ഹായ് ഫ്രണ്ട്സ്, PSC നോളജ് മിഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എക്സാമിന് പോകുന്നതിന് മുൻപ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിനാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ജൂലൈ 6-നുള്ള UPSC പരീക്ഷ നിങ്ങളുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പാണ്. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പഠിക്കാനുണ്ട് എന്നുള്ളത് വെറുതെയുള്ള ആശങ്ക മാത്രമാണ്. പക്ഷേ കട്ട് ഓഫ് മാർക്ക് കഴിഞ്ഞ വട്ടം മലപ്പുറം 64 ആയിരുന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം എനിക്ക് 75 വാങ്ങണം എന്ന രീതിയിൽ ടെൻഷൻ അടിച്ച് പോകരുത്. മൈൻഡിൽ ഒരു മാർക്ക് സ്കോർ ഇട്ടിട്ട് പോയാൽ ക്വസ്റ്റ്യൻ ടഫ് ആണെങ്കിൽ ആ മാർക്കിലെത്താൻ കഴിഞ്ഞില്ലെങ്കിലോ എന്നോർത്ത് ടെൻഷൻ അടിച്ച് ആൻസർ എല്ലാം മാറ്റിയും തിരിച്ചും എഴുതും. അങ്ങനെ ഒന്നും തന്നെ ചെയ്യരുത്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ആൻസർ ഷീറ്റിൽ എഴുതിയാൽ മതി. പഠിക്കാൻ ഇനിയും ഒരു 10 ദിവസം കൂടി കിട്ടിയിരുന്നെങ്കിലെന്ന് പലർക്കും ഒരു ചിന്ത ഇപ്പോൾ മനസ്സിലുണ്ടാകും. ഇത് വെറുതെയാണ്. 10 ദിവസമല്ല, ഒരു മാസം കൂടി കിട്ടിയാലും പോർഷൻ ഒന്നും പഠിച്ചു തീരില്ല. ഇത് നിങ്ങളുടെ കുഴപ്പമല്ല, മത്സര പരീക്ഷയുടെ ഒരു പ്രത്യേകതയാണ്. പഠിക്കുന്തോറും പഠനം കൂടിക്കൂടി വരുന്നതായി തോന്നും. നിങ്ങൾ ചെയ്യേണ്ടത് പഠിച്ചത് എത്രത്തോളമാണോ അവിടെ വരെ നന്നായി റിവിഷൻ ചെയ്യുക. ശേഷം മൈൻഡ് റിലാക്സ് ആക്കുക. എക്സാമിൻ്റെ തലേന്ന് രാത്രി നന്നായി കിടന്നുറങ്ങുക. രാത്രി വാരി വലിച്ച് പഠിക്കാൻ നിന്നാൽ ഉള്ളതും കൂടി പോകും. കറണ്ട് അഫയേഴ്സ് എന്നും നോക്കുന്നത് നല്ലതാണ്. പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ അത് സഹായിക്കും. ഇനി എക്സാമിൻ്റെ അന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഹോൾ ടിക്കറ്റ്, 2 ബോൾ പോയിൻറ്റ് പെൻ, ID പ്രൂഫ് എന്നിവ മറക്കാതെ കരുതുക. ഞാൻ ഇതെടുത്തു പറയുന്നത് ആരെങ്കിലും എക്സാം പുതിയതായി എഴുതുന്നവർ ഉണ്ടെങ്കിൽ അവർക്ക് ഉപകരിക്കാൻ വേണ്ടിയാണ്. എക്സാം സെൻറ്ററിലേക്ക് 1 മണിക്കൂർ യാത്രയുണ്ടെങ്കിൽ ആ സമയം നോക്കി നിൽക്കാതെ നേരത്തെ പുറപ്പെടുക. എന്തെങ്കിലും കാരണത്താൽ ആ സമയത്ത് എത്താൻ സാധിക്കാതെ വന്നാൽ എക്സാം എഴുതിക്കില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വാച്ച്, കാൽക്കുലേറ്റർ, മൊബൈൽ ഇവയൊന്നും തന്നെ എക്സാം ഹാളിൽ കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇവ നമ്മുടെ കയ്യിൽ നിന്നും കണ്ടെത്തിയാൽ ആജീവനാന്ത വിലക്ക് PSൽ നിന്നും വരും. ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തതിൽ ഫോട്ടോയ്ക്ക് താഴെ പേരും ഫോട്ടോ അപ്ഡേറ്റ് ചെയ്ത ഡേറ്റും ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ 1:30 കൃത്യം ഹാളിൽ ഉണ്ടായിരിക്കണം. 1:30 ബെല്ലടിക്കും. 1:55 മറ്റൊരു ബെല്ലുണ്ടാവും. 2 മണിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ബെല്ലും ഉണ്ടായിരിക്കും. ഓരോ അരമണിക്കൂറിലും ബെൽ ഉണ്ടായിരിക്കും. എക്സാം തീരുന്നതിന് 5 മിനിറ്റ് മുൻപ് ബെല്ലുണ്ടാകും. കൂടാതെ ക്ലാസ് മുറിയിൽ ക്ലോക്ക് ഒന്നും ഉണ്ടാവില്ല. ഗണിതത്തിൽ ക്ലോക്കുമായും ബന്ധമുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇങ്ങനെ. നിങ്ങൾക്ക് ആവശ്യമായ വിവരങ്ങൾ ഇൻവിജിലേറ്റർ നൽകും. അവസാനത്തെ 5 മിനിറ്റിൽ OMR ഷീറ്റിൽ കട്ട് ചെയ്ത് വയ്ക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ടെൻഷൻ വേണ്ട. നമുക്കറിയാവുന്നത് എന്താണോ അത് ചെയ്യുക. LP UP എന്നത് കിട്ടിയില്ലെങ്കിൽ ഞാനില്ല, അങ്ങനെയുള്ള യാതൊരു ചിന്തയും മനസ്സിൽ വേണ്ട. ഇതൊരു മത്സര പരീക്ഷയാണ്. അത് അതിൻ്റെ സ്പിരിറ്റിലെടുക്കുക. ഇത് ഒന്നിൻ്റെയും ഒടുക്കമല്ല. എനിക്ക് എന്തും നേടാൻ സാധിക്കും എന്ന ആത്മവിശ്വാസത്തോടെ പോവുക. എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ.